ഹലോ ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ വളരെയധികം തരംഗമായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് നമ്മളിവിടെ സംസാരിക്കാനായിട്ട് എടുക്കാറുള്ളത് മിക്കപ്പോഴും. അപ്പം ഇപ്പം അടുത്ത കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മുടെ ആപ്പിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം യൂസേഴ്സായ മല്ലു ഫാമിലി, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സായ തെറ്റിപ്പോയി വയനാടൻ വ്ളോഗ്സ്, അതുപോലെ ഫാസ്മിന സക്കീർ, ഇവരെയൊക്കെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പൂട്ടിയതിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടിട്ട് വരിക കേട്ടോ. നമ്മുടെ ചാനലിലുണ്ട്, ഒന്ന് കാണാൻ പറ്റുന്നവരൊന്ന് കണ്ടിട്ട് വരിക കേട്ടോ. അപ്പം ഇവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിംഗ് ആപ്പുകളാണ് പ്രൊമോട്ട് ചെയ്തത്. അപ്പോൾ ഗെയിമിംഗ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്തതിനെതിരെ അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ബാൻ ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഡെയിലി കാണുന്നത് നമ്മുടെ ഫ്രണ്ട് ആപ്പിനെ കുറിച്ചാണ്. ഫ്രണ്ട്സ് ആപ്പ്. എന്താണ് ഈ ഫ്രണ്ട് ആപ്പ്? ഫ്രണ്ട് ആപ്പാണ്. ഈ ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എന്നതിന് പകരം ഇതൊരു ആപ്പാണ് കേട്ടോ. നമ്മൾ പറയത്തില്ലേ പ്രശ്നമാണ്, പ്രോബ്ലമാണ്, അവൻ നമുക്ക് ആപ്പാണ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഈ ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്നത്. കാര്യം ഇപ്പം നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, നമ്മുടെ മൂപ്പൻ, അതുപോലെ തന്നെ അതുൽ വ്ളോഗ്സ്, അതുപോലെ സ്മൃതി, ഇവരുടെയൊക്കെ ചാനൽ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതെന്താണെന്ന് അറിയാനായിട്ട് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇത് ഉപയോഗിച്ചവർ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞാണ് ഓൾറെഡി. ഇതിപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയം വരുമ്പോൾ തന്നെ അതിനടുത്ത് റിയാക്ട് ചെയ്യുന്ന ആളുകളാണ് ഞാൻ ഈ പറഞ്ഞവരെല്ലാം. അപ്പം അതിൽ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതിൽ ചതിക്കപ്പെട്ടവരാരൊക്കെയാണെന്നും എന്താണ് ഈ ആപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊന്ന് പറയാൻ കണ്ടു നോക്കാം. നമ്മുടെ സ്മൃതി, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കുട്ടിയുടെ റിയാക്ട് ചെയ്യുന്ന രീതി. അപ്പം അതേ രീതിയിലാണ് ചെയ്യുന്നത്. അത് നല്ല ഒരു വളരെ എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. സ്മൃതി പറയുന്നത് സത്യമാണ്. നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നവരാണോ, നിങ്ങൾ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ, നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണറെയാണോ ആവശ്യം, നിങ്ങൾ എടുക്കൂ ഫ്രണ്ട് ആപ്പ് എടുക്കൂ, നിങ്ങൾ ജീവിതം സന്തോഷകരമാക്കൂ എന്നൊക്കെ പറഞ്ഞാൽ സ്മൃതി പറയുന്നത് വളരെ രസകരമായിട്ടുള്ള രീതിയിലാണ്. അപ്പം ഈ ആപ്പ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോരുത്തർ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഞാനും ഒരുപാട് നമ്മൾ ചാനലുകൾ ഇങ്ങനെ മാറുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ പ്രധാനപ്പെട്ട യൂട്യൂബേഴ്സൊക്കെ നമ്മൾ നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ആ ചാനലിലൊക്കെ ഞാൻ പറയുന്നത് ഒരുപാട് ചാനലുകളെയൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ കേട്ടോ. അപ്പോൾ ആ ചാനൽ എനിക്ക് കുറച്ച് തൊട്ട് മുമ്പും ഞാൻ അവരുടെ ഒരു കോമഡി വീഡിയോ കണ്ടിട്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഈ ഇൻഫ്ലുവൻസേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് 1 by 1 ആയിട്ട് ഇവരെ ഒന്ന് കാണാം. ആരൊക്കെയാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്തതെന്നുള്ളത് നമുക്ക് കാണാം. നമ്മൾ പറയുന്നതിനെക്കാട്ടി നല്ലത് കാണുന്നതല്ലേ. അപ്പം അത് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. എല്ലാം കുറച്ച് മാത്രം. എപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തീരെ വിശപ്പില്ലാത്ത കൊച്ചാന്നല്ല. ഇനി അടുത്ത മനസ്സിൽ വിചാരിക്കുന്ന കാര്യം കൂടെ ഞാൻ പറയാം. അതിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നമുക്കിങ്ങനെ ഫുഡ് ബോറടിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യാം. ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരുപാട് ഫ്രണ്ട്സിനെ കണക്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്രൂപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാൻ പറ്റും, ഗെയിംസ് കളിക്കാൻ പറ്റും സേഫ് ആയിട്ട്. പിന്നെ ഇതിനകത്ത് എല്ലാ റോസസും നമുക്ക് റിയൽ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ലിങ്ക് വേണ്ടവർ ബയോയിൽ ചെക്ക് ചെയ്ത് നോക്കുക. അതിനകത്ത് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു, വയറൊക്കെ നിറഞ്ഞു. ഇനി സമാധാനമായി ഞാനിന്ന് പോയി കിടന്നുറങ്ങട്ടെ. ജീവിതത്തിൽ ഒന്ന് സിൻസിയർ ആയിരിക്കണം. മാത്രമല്ല സംസാരിക്കുമ്പോൾ കുറച്ച് കോൺഫിഡൻസ് വേണം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നീ പ്രാക്ടീസ് ചെയ്താൽ മതി, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ശരി, ഓക്കെ, ബൈ. അതിനാരും പറഞ്ഞു കോൺഫിഡൻസ് ഇല്ലാന്ന്? അത് ഞാൻ എന്റെ ഫ്രണ്ടിനോട് സംസാരിച്ചോണ്ടിരുന്നതാ. അത് തന്നെയാ ഈ ലൈറ്റ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരോട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് സംസാരിക്കാം. ഇതിൽ ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്യൽ മാത്രമല്ല, ഇത് നമ്മുടെ ഏകാന്തതയും വിരസതയും ഒക്കെ മാറ്റി തരുന്നു. ഫ്രണ്ട് ആപ്പിൽ ഇപ്പം 10 കോടിയിലധികം യൂസേഴ്സ് ഉണ്ട്. ഗേൾസിന് ഇതിനകത്ത് ഗിഫ്റ്റ് ഒക്കെ കിട്ടും. ഈ ആൺകുട്ടികളുടെ കയ്യിൽ അത് നമുക്ക് റിയൽ മണിയായിട്ട് കൺവേർട്ട് ചെയ്യാം. പല ലേഡീസും പ്രതിമാസം 1 lakh വരെ. വിഷ്ണു, ഞാൻ പുറത്തു പോയിട്ട് വരെ. ആൾക്കാരെ മീറ്റ് ചെയ്യുക, അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക, ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. നെതർലൻഡ്സിലോട്ട് ഷിഫ്റ്റ് ചെയ്ത ഉടനെ ഇപ്പം എനിക്കിവിടെയുള്ള ഫാമിലിയെ ഞാൻ കണ്ടുപിടിച്ചതും ഓൺലൈൻ വഴി തന്നെയായിരുന്നു. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ആയിരുന്നു പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ ഞാൻ അന്ന് യൂസ് ചെയ്തിരുന്ന മീഡിയം. ഇന്ന് കാര്യങ്ങൾ കുറച്ചും കൂടെ സിമ്പിളാണ്. നല്ല ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ഫ്രണ്ട് ആപ്പിലൂടെ കണ്ടെത്താം. പുതിയ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനും അവരോടൊപ്പം ഫൺ ആക്ടിവിറ്റീസ് ചെയ്യാനും ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാനും ഗെയിം കളിക്കാനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫ്രണ്ട് ആപ്പ്. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വോയിസ് വെരിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ഫേക്ക് പ്രൊഫൈൽസിന്റെ എണ്ണം കുറവാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് FRND ഫ്രണ്ട് സെർച്ച് ചെയ്യാം. ഒപ്പം ലിങ്ക് കമന്റ് സെക്ഷനിൽ പിൻഡാണ്. എപ്പോൾ ഞാൻ ആദ്യമായി ഒരാളെ മീറ്റ് ചെയ്യാൻ പോകുമ്പോഴും വിഷ്ണുവിനുള്ളൊരു സംശയമാണ്, ഇതൊക്കെ സേഫ് ആണോ എന്നുള്ളത്.
ഇതിപ്പോ ഓൺലൈൻ അല്ല. നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഒരാളെ എങ്ങനെ മീറ്റ് ചെയ്യണമെങ്കിലും എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു വിവേക ബുദ്ധി, ഔചിത്യ ബുദ്ധിയൊക്കെ അനുസരിച്ചിരിക്കുമല്ലോ. അത് എനിക്ക് ആശ്രയങ്ങളോട് കുഴപ്പമില്ല. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ബൈ. നിങ്ങൾ കണ്ടല്ലോ, ഇത്രയും പേരല്ല കേട്ടോ, ഇതിൽ കൂടുതൽ ആളുകൾ ഈ ഒരു ആപ്പിനെ പ്രൊമോട്ട് ചെയ്ത ആളുകളുണ്ട്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ ഇവരുടെ അടുത്തായിട്ട്. ഈ ആപ്പിനെ പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് ഈ ആപ്പിലൂടെ എത്ര ഫ്രണ്ട്സിനെ കിട്ടി? എത്ര ജെന്യൂൻ ആയിട്ടുള്ള ഫ്രണ്ട്സിനെ കിട്ടി? ഇവർ പറയുന്നുണ്ട് ഇതിനകത്ത് ID വെരിഫിക്കേഷനൊക്കെ ഉള്ളത് കൊണ്ട് ഇത് വളരെ നമുക്ക് ജെന്യൂനാണ്, ഇതിനകത്തുനിന്ന് മറ്റ് ട്രാപ്പുകളൊന്നും ഉണ്ടാകുന്നില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പം നമ്മൾ സ്കൂൾ, ഇതിപ്പം വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, ഇത് അഡൽട്ട് പ്ലസ് ആണ്, 18+ ആണ് ഈ ആപ്പ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഈ ആപ്പ് യൂസ് ചെയ്യാൻ പറ്റുക. പക്ഷേ ഇതിൽ കുഞ്ഞു മക്കളൊക്കെ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. കാര്യം വെച്ചാൽ നമുക്ക് വയസ്സ് കൊടുക്കുന്നതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൽ പെടുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഒരു 18+ ആയിട്ടുള്ള കുട്ടികളും സ്കൂൾ ലെവലിൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, കോളേജ് ലെവലിലുണ്ട്. ഇപ്പോൾ ഹയർ സെക്കൻഡറി വരെ നമ്മൾ പഠിക്കുന്നു, പിന്നെ കോളേജിൽ പഠിക്കുന്നു, പിന്നെ B.Ed PG. ഇപ്പം നമ്മൾ ഏത് പ്രൊഫഷണൽ കോഴ്സ് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് എത്ര ഫ്രണ്ട്സിനോട് വിളിച്ച് സംസാരിക്കാനുള്ള ടൈമുണ്ട്? ഇപ്പം ഞാനൊക്കെ എൻ്റെ കാര്യം ഞാൻ പറയാം കേട്ടോ. എനിക്കിപ്പം നമുക്ക് ഓരോ സമയത്തും ഇപ്പോൾ സ്കൂൾ ലെവലിൽ കിട്ടിയ ഫ്രണ്ട്സ് ഉണ്ട്, കോളേജ് ലെവലിലുള്ള ഫ്രണ്ട്സ് ഉണ്ട്, ഇപ്പോൾ B.Ed ആ ലെവലുണ്ട്. പിന്നാണെങ്കിൽ നമ്മൾ സ്കൂളിൽ വർക്ക് ചെയ്ത ടൈമിൽ നമ്മൾ ആദ്യം വർക്ക് ചെയ്തെടുത്ത്, ഇപ്പോൾ വർക്ക് ചെയ്തെടുത്ത്, ഇപ്പോൾ നമ്മൾ ചെയ്യുന്നിടത്ത് നമ്മുടെ നെയ്ബേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ റിലേറ്റീവ്സ്, അതിലൊക്കെ നമുക്ക് കൂട്ടുകാരുണ്ട് അല്ലേ? ഇവരെത്ര പേരെ നിങ്ങൾക്ക് ഡെയിലി വിളിച്ച് സംസാരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്? ഇത്രയും ഫ്രണ്ട്സ് ഒന്നും പോരാഞ്ഞിട്ടാണ് നമുക്ക് അറിയാത്ത ആരാണോ, എന്താണോ, എവിടെയാണോ, എങ്ങനെയാണോ, അത് ബോയ് ഓർ ഗേൾ. അവർ പറയുന്നത് സൗണ്ട് വെരിഫിക്കേഷൻ ഉണ്ടായിട്ട് ബോയ് ആണോ ഗേൾ ആണോ നമുക്ക് ഐഡന്റിഫൈ ചെയ്താൽ ഏറ്റവും കൂടുതൽ എന്തെല്ലാം ടെക്നിക്സ് ഉള്ള കാലഘട്ടമാണിത്. ഓക്കെ, അതൊന്നും പറയുന്നില്ല, അതൊന്നും ചോദിക്കുന്നില്ല, പോട്ടെ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇത്രയും ഫ്രണ്ട്സ് ഉണ്ടായിട്ട് നമുക്ക് എത്ര ഫ്രണ്ട്സിനെ വിളിച്ച് നമുക്ക് സംസാരിക്കാൻ സാധിക്കും? വീഡിയോ കോൾ ചെയ്യാൻ പറ്റും, ഓഡിയോ കോൾ ചെയ്യാൻ പറ്റും, സാധിക്കുന്നില്ല, നമുക്ക് ടൈമില്ല, നമുക്ക് ഒന്നിനും സമയമില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആപ്പിലൂടെ പരിചയപ്പെട്ട് നമുക്ക് സംസാരിക്കാൻ ഒരുപാട് താല്പര്യമുണ്ട്. എന്താണ് അതിനകത്തുള്ള പുറകിലുള്ള കാര്യം? ഇതിൽ കാര്യം എന്ന് പറയുന്നത്, ഈ ആപ്പിൽ, അതായത് ഗേൾസിന് ഇതിനകത്ത് പേയ്മെൻറ്റ് കൊടുക്കണ്ട. ഈ ആപ്പിൽ ബോയ്സ് ഇതിൽ എൻ്റർ ആവണമെങ്കിൽ അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പം ഒരു ഗേളിനെ ഒരു ബോയ് വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ഈ ബോയ് അടയ്ക്കുന്ന പേയ്മെൻറ്റ് റോസുകളായിട്ട് ഗേൾസിന് പൈസ കിട്ടും. ഇതാണ് ഈ ആപ്പ്. ഈ ആപ്പിലൂടെ ഒരുപാട് ഏൺ ചെയ്യാം എന്നാണ് ഇവർ പറഞ്ഞാണ് ഈ പെൺകുട്ടികളെ ഇതിലോട്ട് കൊണ്ടുവരുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്ന പെൺകുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന, അതായത് ബാംഗ്ലൂർ, പുറത്ത് നാടുകളിലൊക്കെ നിൽക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്ക് പൈസ വേണം, പോക്കറ്റ് മണി. അപ്പോൾ അതിനായിട്ട് അവരെന്ത് ചെയ്യും? ഇങ്ങനെ ഈ ആപ്പിനെ ഉപയോഗിക്കും. അവർക്ക് പേയ്മെൻറ്റ് അടയ്ക്കേണ്ടല്ലോ, ഇതിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടുകയും ചെയ്യും. അപ്പം ഇതിൽ പെട്ടുപോയ ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ചുള്ള വോയിസ് ക്ലിപ്പിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിനകത്തുള്ള ഒരു ക്ലിപ്പിംഗ് ഞാനിവിടെ നിടാം. അത് കറക്റ്റിന് ശേഷം നിങ്ങൾ പറയാം, നമുക്ക് തിരിച്ചു വരാം. മറ്റേ ഫ്രണ്ട് ആപ്പിൻ്റെ യൂട്യൂബ് ഇടുന്ന വീഡിയോ ഉണ്ട്, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തത്. അപ്പോൾ കണ്ടുകൊണ്ട് പറയാം, ആപ്പ് 18+ മൊത്തം നടക്കുന്നത്. 18+ ആണ് മൊത്തം അവിടെ നടക്കുന്നത്. ഓക്കെ, നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് പോകുന്നുള്ള ഒരു കാര്യമില്ല. ഞാൻ കണ്ട് ഡിലീറ്റ് ചെയ്തു. പിന്നെ ഇപ്പോൾ ആപ്പിൽ കണ്ടപ്പോൾ ഭയങ്കര 18+ ആണ് നടക്കുന്നത്. എന്തുമായിരുന്നു ലൈനുള്ള, അതാ പറഞ്ഞ് കമ്മിറ്റഡ് ആയവർ പോലും ഇതിന് 18+ ടോക്കുകൾ മൊത്തം. അപ്പം നമ്മൾ ചോദിക്കും കമ്മിറ്റഡ് ആവുമെന്ന് ചോദിച്ചപ്പോൾ അവനറിയത്തില്ലല്ലോ, അത് കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയാണ് പറയണത്. ഭയങ്കര സീനാണ് ആപ്പ്. ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത് അപ്പം തന്നെ കളയും ചെയ്തു. എല്ലാവരും അങ്ങനെയാണ് ഞാൻ പറയുന്നത്. ആപ്പിനകത്ത് ചിലവർ ക്യാഷ്വലായിട്ട് നമ്മൾ സംസാരിക്കും, ചിലവർ ഭയങ്കര വൾഗറും സംഭവം. അതായത് കമ്മിറ്റഡ് ആയ ഗേൾസ് വരെ ഉണ്ട്. എന്തോ വിശ്വസിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഭയങ്കര സീനാണെങ്കിൽ നമ്മൾ കോൾ ചെയ്യാൻ ഏറ്റവും കൂടുതൽ കിട്ടിയ മലയാളികൾ എന്ന് വെച്ചാൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഗേൾസാണ്. അവരെല്ലാം ബാംഗ്ലൂർ പഠിക്കുക, നേഴ്സിംഗ് പഠിക്കുന്നു, എല്ലാം ഹോസ്റ്റലിൽ നിൽക്കുന്ന ഗേൾസൊക്കെ കേട്ടോ. അതിനകത്ത് വീട്ടിലുള്ളവർക്ക് കുറച്ച് പേര് ഭയങ്കര സീനാണ്. ഇതിപ്പോൾ എനിക്ക് ഈ ആപ്പിനെ കുറിച്ച് പറയുന്ന കുറച്ച് ക്ലിപ്പിങ്ങുകളുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഈ ആപ്പ് ഉപയോഗിച്ച്, അതായത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചിട്ട്, അത് ഇതിനോട് താല്പര്യം ഉണ്ടായിട്ടല്ല, ഇതെന്താണ്, ഇതിനകത്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് ചെയ്ത കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അവരുടെ കുറച്ച് ക്ലിപ്പിങ്സ് കൂടെ കണ്ടിട്ട് വരാം നമുക്ക്.
പല പല എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള ആളുകൾ വ്ളോഗേഴ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ നേരത്തെ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പല ആളുകളും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ നിൽക്കുക. പ്രത്യേകിച്ച് ജെൻസ് യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇതൊരു ഡേറ്റിംഗ് ആപ്പായിട്ട് പല ആളുകളും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷനിൽ ജെൻസിന് പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആണോ ബോയ് ആണോ എന്ന് അവർ ചോദിക്കും, ജെൻഡർ ചോദിക്കും. അപ്പം ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പേയ്മെൻ്റ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇതിനകത്ത് ഗേൾസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ സൗണ്ട് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വെരിഫൈ ചെയ്ത് ഇവർ കയറിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇതേപോലെ ഓഡിയോ കോൾസോ വീഡിയോ കോൾസോ ചെയ്ത് പേയ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ാനും യൂസ് ചെയ്യാനും പറ്റുള്ളൂ. പക്ഷേ ഗേൾസിന് ഈ ഓരോ മിനിറ്റിന് ഓരോ റോസസ് തരും. അതിൽ നിന്ന് നമുക്ക് അത് ഏൺ ചെയ്യാൻ പറ്റും. നമുക്ക് വിഡ്രോ ചെയ്യാനും പറ്റും. അത് പറ്റുമോ എന്ന് ഞാൻ ട്രൈ ചെയ്തു. അത് നമുക്ക് പറ്റുന്നതാണ്. ഒരു കുഴപ്പമില്ല. നമുക്ക് സംസാരിക്കുന്ന ഓരോ മിനിറ്റിനും നമുക്ക് 5 മിനിറ്റ്സ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ തന്നെ ഇപ്പോൾ ഇത് കാണുന്ന ഇപ്പം നമ്മൾ അരിയാഹാരം കഴിക്കുന്ന ആളുകളാണ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. ഇങ്ങനെയൊക്കെ റിവ്യൂ ചെയ്യാൻ തോന്നണമെങ്കിൽ തന്നെ ഈ ആപ്പിനകത്ത് എന്തൊക്കെയോ ഫോൾട്ട് ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കിയിട്ടായിരിക്കണം. ഇത്രയും യൂട്യൂബിൽ നിന്ന് വളരെയധികം ഇവരുടെയൊക്കെ വീഡിയോസ് നിങ്ങൾക്കറിയാം, ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളുടെ വീഡിയോസിനൊക്കെ ഉള്ള വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിനാണ് ഒരു വീഡിയോയ്ക്ക് വരുന്ന വ്യൂസ്. അങ്ങനെയുള്ള ഇവരെന്തിനാണ് ഇങ്ങനെയുള്ള ഫേക്ക് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. കാര്യം അവർക്ക് വീഡിയോസ് ചെയ്യുന്നതിലൂടെ തന്നെ യൂട്യൂബ് നല്ലൊരു എമൗണ്ട് ഇൻകം കൊടുക്കുന്നുണ്ട്. പിന്നെയും എന്തിനാണ് ഈ ആളുകളെ പറ്റിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം അതേപടി അനുകരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്. ഈ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ്, നിങ്ങളെ ഫോളോവേഴ്സ് എന്നൊക്കെ പറയുന്ന ആളുകൾ, നിങ്ങൾ എന്താണ് അവർ പറഞ്ഞത് ശരിയാണ് എന്ന് അനുകൂലിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതൊക്കെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞു. കാര്യം ഇതിലൂടെ എത്ര ജെന്യുവൻ ഫ്രണ്ട്സ് നിങ്ങൾക്ക് കിട്ടും? നമുക്ക് തൊട്ട് മുന്നിൽ കാണുന്ന ഒരു വ്യക്തിയെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഈ കാലഘട്ടത്തിൽ ഒരു പരിചയമില്ലാതെ മൊബൈൽ വഴി അല്ലെങ്കിൽ ഈ ഒരു ആപ്പ് വഴി പരിചയപ്പെടുന്ന ഇവരെ നിങ്ങൾക്ക് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റും? നിങ്ങളുടെ ഇതിൽ പറയുന്നത് നമ്മുടെ എല്ലാ ഫീലിങ്സും നമുക്ക് തുറന്നു പറയാൻ പറ്റും. നമുക്ക് നല്ലൊരു ഫ്രണ്ടാണ് കിട്ടും, നമുക്ക് ഇതിലൂടെ ഇൻകം കിട്ടും, നമുക്ക് ഇതിലൂടെ ഇൻകം ഏൺ ചെയ്യാൻ പറ്റും, ഒരു റോസസ് നമുക്ക് വാരിക്കൂട്ടാം, നമുക്കത് വലിയൊരു ഏണിംഗ് ആണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരെ ഇതിലോട്ട് വഴിതെറ്റിച്ച് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? നമ്മുടെ വീട്ടിൽ മക്കളുണ്ട് എന്ന് ചിന്തിക്കണം അല്ലേ. ഈ കുഞ്ഞു മക്കൾ ഇതിലേക്ക് അകപ്പെട്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ എല്ലാ വീട്ടിലും പറഞ്ഞാൽ എനിക്ക് 2 പെൺകുട്ടികളുണ്ട്. അപ്പം ഇവരൊക്കെ ഇങ്ങനെ ഇപ്പോൾ പോക്കറ്റ് മണി ലഭിക്കും എന്നതിൻ്റെ പേരിൽ ഇവരൊക്കെ ഇതിലോട്ട് അങ്ങ് അകപ്പെട്ട് പോകും. എന്തുകൊണ്ട് നിങ്ങളിത് ചിന്തിക്കുന്നില്ല എന്ന് ഇത്രയും ക്വാളിഫൈഡ് ആണ് ഇതിനകത്ത് ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയല, ഇതിലൊരു പ്രൊമോട്ട് ചെയ്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം സ്ട്രഗിളിലൂടെയൊക്കെ, എനിക്ക് ആ വ്യക്തിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത് ജസ്റ്റ് കാണിക്കുന്നുണ്ട്. എന്തായാലും അവരുടെ ലൈഫ് വളരെയധികം സ്ട്രഗിൾ ചെയ്താണ് വന്നത്. ഹസ്ബൻഡിൽ നിന്നൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, കഷ്ടപ്പെട്ട് ജോലി വാങ്ങിയതിനെ കുറിച്ച് പറഞ്ഞു, ജോലി സ്ഥലത്തുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ അറിയാവുന്ന, ഇത്രയും ജെന്യുവിനായി ഞങ്ങൾ വിശ്വസിച്ചിട്ട് നിങ്ങൾ പറയുന്ന ഈ കാര്യം ജെന്യുവിനാണ് എന്ന് കരുതും അല്ലേ. ഞാനൊക്കെ ഭയങ്കര അഡിക്റ്റഡ് ആണ് കേട്ടോ. ഒരു പുതിയ വീഡിയോ വന്നാൽ, ഷോർട്സ് വന്നാൽ ഞാൻ അപ്പോഴേ കാണും. അത്രയ്ക്ക് ഇഷ്ടമാണ്. ഭയങ്കര അവരുടെ ഓരോ ക്യാരക്ടറും, ഓരോ ആളായി മാറുന്ന ആ ഒരു ക്യാരക്ടർ, പെട്ടെന്ന് മാറുന്ന ആ ഒരു രീതിയും അതിനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളൊക്കെ ഈ രീതി ചെയ്യുമ്പോൾ നമ്മളൊക്കെ എന്താ പറയേണ്ടത്? നിങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലേ? ഇങ്ങനെയുള്ള ആപ്പുകൾ പരിചയപ്പെടുത്തണമെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കുക. നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇത്രമാത്രം നല്ല ഫ്രണ്ട്സിനെ കിട്ടി, അവർ നിങ്ങൾക്ക് ഇത്രമാത്രം ഉപകാരപ്രദമാണെന്ന് നിങ്ങൾ ആദ്യം തെളിയിക്കുക. അതിനുശേഷം നിങ്ങളിത് പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ ബ്യൂട്ടി പ്രോഡക്ട്സ്, ഡെയിലി ഓരോ ബ്യൂട്ടി പ്രോഡക്ട്സാണ് നിങ്ങൾ ഇന്ന് കാണിക്കുന്നതല്ല നാളെ കാണിക്കുന്നത്. ഓരോ ദിവസവും മാറി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണിക്കുന്ന പ്രോഡക്ട്സ് എല്ലാം നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫലം ലഭിച്ചതാണോ? ഉറപ്പാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളത് പരിചയപ്പെടുത്തുക. അതുപോലെ തന്നെയാണ് ഈ ആപ്പുകൾ. ഇനിയെങ്കിലും നമ്മളൊരു മാനുഷിക പരിഗണനയെങ്കിലും വെച്ചിട്ട് നിങ്ങൾ ഈ ഫേക്കായിട്ടുള്ള ആപ്പുകളും ഫേക്കായിട്ടുള്ള പ്രോഡക്ട്സുകളും പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ്, ഫോളോവേഴ്സ് അവരോട് പറയാനുള്ളത് നിങ്ങൾ കണ്ണും പൂട്ടി വിശ്വസിക്കാതിരിക്കുക. എല്ലാത്തിനും ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ ഇങ്ങനെയുള്ള ആപ്പുകളിലൊന്നും പോയി വീഴാതിരിക്കുക.
ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഈ ആപ്പിനെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ, ഈ ആപ്പിൽ നിന്ന് എങ്ങനെയൊക്കെ നമുക്ക് മുക്തി നേടാൻ പറ്റും, അതായത് നമ്മുടെ മക്കളെയൊക്കെ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളതിൽ നമുക്ക് ഒരു ഫർദറായിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണ്, പല വീഡിയോസും ഒക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയുടെ കയ്യിൽ നിന്ന് നമുക്ക് കുഞ്ഞു മക്കളെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും മിസ്റ്റേക്സോ എന്തെങ്കിലും നിങ്ങൾക്കുള്ള പറയാനുള്ള കാര്യങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ കാണുന്നവരെല്ലാം സീ യു.